ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ 11th Heaven. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 ഇക്കണോമിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സാം എഴുതുന്ന അവർക്കായിട്ടുള്ള ചാപ്റ്റർ ഇക്കണോമിക്സ് ചാപ്റ്റർ 1-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവാം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഞാൻ ക്വസ്റ്റ്യനും ആൻസറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ലെങ്തി ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൽത്തിൻ്റെ ഡെഫിനിഷനാണ്. ഇക്കണോമിക്സിൻ്റെ ഫാദർ ആഡം സ്മിത്ത് ആണെന്നറിയാം നമുക്ക്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് വെൽത്ത് ഓഫ് നേഷൻ, അതിൻ്റെ ഇയർ പഠിച്ചു വയ്ക്കുക, 1776. അപ്പോൾ അതാണ് അതിൽ അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പഠിക്കാം പറ്റുന്നവർ. പിന്നെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ പ്രൊഫസർ ലയണൽ റോബിൻസ് ആണ്. അതും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൽ ജസ്റ്റ് നോക്കി വയ്ക്കാം. വല്ല വൺ വേർഡായിട്ടൊക്കെ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് റീസൺസ് ഫോർ ഇക്കണോമിക് പ്രോബ്ലം. അത് എന്തായാലും മസ്റ്റായിട്ടും ഓർത്ത് വയ്ക്കണം, പഠിക്കണം. 3 എണ്ണമാണ് അതിൻ്റെ പോയിൻറ്റ്സ് ആയിട്ടുള്ളത്. ചിലപ്പോൾ 3 മാർക്കിന് വരാം, ചിലപ്പോൾ 2 മാർക്കിനായിട്ട് വരാം. അപ്പം 3 പോയിൻറ്റ്സും ഓർത്ത് വയ്ക്കണം. വോൺസ് ആർ അൺലിമിറ്റഡ്, മീൻസ് ആർ ലിമിറ്റഡ്, മീൻസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ക്വസ്റ്റ്യൻ തെറ്റിപ്പോകരുത് അല്ലെങ്കിൽ മാറിപ്പോകരുത്. റീസൺസ് ഫോർ ഇക്കണോമിക് പ്രോബ്ലം. ഓക്കെ, പിന്നെ അതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ ഇക്കോണമി. അതും ഇതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഈ 3 പോയിൻറ്റും പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനും പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. സോ ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിക്കണം. 3 മാർക്കിന് വരാണെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്താണ്, ഹൗ ടു പ്രൊഡ്യൂസ് എന്താണ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്താണെന്ന് ഇങ്ങനെ എഴുതി വെക്കണം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റീസൺസ് ഫോർ ഇക്കണോമിക് പ്രോബ്ലത്തിൽ നമുക്ക് വേറെ ഒന്നും അതായത് ഇങ്ങനെ വെറുതെ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. വോൺസ് ആർ അൺലിമിറ്റഡ്, മീൻസ് ആർ ലിമിറ്റഡ്, മീൻസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസ്, ദാറ്റ്സ് ഓൾ, അത്ര മതി. പിന്നത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ PPC അല്ലെങ്കിൽ PPF. ഇത് രണ്ടും സെയിം ആണ്. അതിൻ്റെ ആസെപ്ഷൻസ് പഠിച്ചു വയ്ക്കണം. അതേപോലെ ആസെപ്ഷൻസ് എന്ന് വെച്ചാൽ ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓൺലി 2 ഗുഡ്സ് ആർ പ്രൊഡ്യൂസർ ഇൻ ദി ഇക്കണോമി എക്സ് ആൻഡ് വൈ. ടെക്നോളജി കോൺസ്റ്റൻ്റ് ആണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് റിസോഴ്സസ് ആണ്. ആ ജസ്റ്റ് 3 പോയിൻ്റ് ഒന്നും പഠിച്ചു വയ്ക്കാം. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് PPCയുടെ ഫീച്ചേഴ്സ്: ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇറ്റ് ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്നും കൂടി പഠിച്ചു വയ്ക്കണം. ഞാനതും കൊടുത്തിട്ടില്ല. ഇതിലെ ആൻസറായിട്ട് ക്വസ്റ്റ്യനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. MOC കണ്ടുപിടിക്കാനും അതേപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാനും പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. അത് ഞാനിതിൽ കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അത് ഒരു വരയുടെ ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ പറയുന്നത് കേട്ടോ. പിന്നെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്നും കൂടി ഒന്ന് വെച്ചാൽ നന്നായിരിക്കും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. മേ ബി ചോദിച്ചേക്കാം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ഷോർട്ട് ഫോം ആണ് MOC. ഓക്കെ, അപ്പോൾ MOC ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞേക്കാം. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഇക്കണോമിക് പ്രോബ്ലം ആണ്. അതിൻ്റെ ഡയഗ്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരയ്ക്കാൻ ചോദിക്കും. പിന്നെ അതിൻ്റെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദി പോയിൻ്റ് ഓൺ PPC ഷോസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സ്. PPCയിൽ ഉള്ള പോയിൻറ്റ്സിനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് റിസോഴ്സ് എന്നും, PPCയുടെ താഴെയുള്ളതിനെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് ഒരു മാർക്ക് കൊടുത്തിട്ടില്ലേ, അതിന് ഒരു N എന്ന് പറഞ്ഞിട്ടൊരു പോയിൻറ്റ്, അതിൻ്റെ താഴെയായിട്ട് നമ്മളതിനെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയും. പിന്നെ ദ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് PPC ഷോസ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറയും. അതായത് PPCയുടെ റൈറ്റ് സൈഡിലുള്ളത്, ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് എന്നും പറയും. അതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ലെഫ്റ്റ് എന്നല്ല ലെഫ്റ്റ് വേർഡ് ആണെന്ന് കേട്ടോ ഉദ്ദേശിച്ചത്. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്നാണ്, അല്ലാണ്ട് ലാസ്റ്റ് വേർഡ് എന്നല്ല. പിന്നെ
നമുക്ക് പഠിക്കാനുള്ളതിൽ എം ഒ സിയും പി പി സിയും അതിൻ്റെ ഒരു ഷേപ്പിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതിൽ കൊടുത്തിട്ടുണ്ട് എം ഒ സി കൂടുമ്പോൾ പി പി സി കോൺകേവ് ടു ദി ഒറിജിൻ ആണ്. ഓക്കെ, അത് നോർമൽ കേസിലും പി പി സി കോൺകേവ് ടു ദി ഒറിജിൻ തന്നെയാണ്. പിന്നെ എം ഒ സി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പി പി സി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈനാണ്. പിന്നെ എം ഒ സി കുറയുമ്പോൾ പി പി സി കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് 3 ഡിഫറെൻറ്റ് ഇക്കണോമിക് സിസ്റ്റംസ്, 3 തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. സോഷ്യലിസം അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി, ക്യാപിറ്റലിസം ഓർ മാർക്കറ്റ് ഇക്കണോമി, മിക്സ്ഡ് ഇക്കണോമി. ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ, ഞാനതിൽ കൊടുത്തിട്ടില്ല. ഇത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഫീച്ചേഴ്സ് എഴുതാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം, പിന്നെ അതേപോലെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, ആ ഫീച്ചേഴ്സൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കാം. മിക്സഡ് ഇക്കണോമിയുടെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഫീച്ചേഴ്സ് അല്ലാണ്ട് മിക്സഡ് ഇക്കണോമിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ കുറിച്ച് എഴുതിയിട്ട് വേണം ഫീച്ചേഴ്സ് എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റത്തെ ഞാൻ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ഇക്കണോമിക് അനലൈസും നോർമേറ്റീവ് ഇക്കണോമിക് അനലൈസിസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് നോക്കി വെച്ചേക്കാം. അത് രണ്ടും ഒന്ന് വേണം. ഡിഫറൻസ് ആണ് ചോദിച്ചേക്കാം. പിന്നെ അതേപോലെ മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചേക്കാം. ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.